നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ രാവിലെ ഓഫീസിൽ വരുമ്പോൾ ചില ദിവസം എനിക്ക് നല്ല മൂഡ്. അപ്പം ഇന്നത്തെ വീഡിയോകളെ കുറിച്ച് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി. അതിൽ ഞാൻ ഏറ്റവും അധികം താല്പര്യം എടുത്ത ഒരു പ്ലാൻ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ചെയ്തത്, വി ഡി സതീശൻ ഡൽഹിക്ക് പോയി. ഡൽഹി പ്രധാനമന്ത്രിയുമായി കണ്ടതിൻ്റെ ശേഷം ഇവിടെ മോദിയോട് ചേർന്ന് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില പദ്ധതികളെ കുറിച്ച് കുറെ ഇൻഫർമേഷൻ ശേഖരിച്ച് റെഡിയാക്കി ചെയ്യാൻ നേരത്താണ് രാവിലെ ആദ്യം സ്വർണം മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അപ്പൊ ഞാൻ ഓർത്തോടെ അത് ഭയങ്കരമാണല്ലോ. പക്ഷെ അത് കഴിഞ്ഞാൽ മനസ്സിലായി അത് ഈ നിലവറയിലുള്ള സാധനമല്ല, പുറത്തുള്ള സാധനമാണ്. ഇതിനിടയിലാണ് ഇടിവെട്ട് പോലെ കിട്ടി. എന്താണ് ഇന്നത്തെ ഒരു ക്രോണോളജി എന്ന് പറഞ്ഞു? ക്രോണോളജി നമ്മുടെ എക്സാലോജിക്ക് കോഴക്കേസുണ്ട്, മാസപ്പടി കേസ്. മാസപ്പടി കേസിൽ ഇന്നലെ ഹൈക്കോടതി ശശിധരൻ കരിമണൽ കർത്തായുടെ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നു. ഇവർക്ക് 447 സെക്ഷൻ പ്രകാരം ഇവരെ ഇഡിക്ക് റെയ്ഡ് നടത്താം, ഇതിലെ പ്രതികളുടെ എല്ലാം വീടുകളിൽ റെയ്ഡ് നടത്താം എന്ന് ഒരു വിധി ഇന്നലെ ഹൈക്കോടതി ജസ്റ്റിസ് രവിയാണ് അദ്ദേഹം കൊടുക്കുന്നു. കൊടുത്ത പുറകെ ഇന്ന് വെളുപ്പിന് ഇഡി കയറി. കാരണം ഈ ഒരു ദിവസം ഇവർ അപ്പീലിന്. അതിനകത്ത് രണ്ട് കാരണങ്ങളുണ്ട്. ഇന്ന് നാളെ അവധിയാണ്, പൊതു അവധിയാണ് കേരളത്തിൽ. അതെ, ഇനി 2 ദിവസം അവധി ആയതുകൊണ്ട് ഹൈക്കോടതി ഇല്ല, സുപ്രീം കോടതി ഇല്ല. സുപ്രീം കോടതി ഉണ്ട്, സുപ്രീം കോടതി പോകാൻ പറ്റത്തില്ല. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആവുമ്പോൾ ഡിവിഷൻ അപ്പീൽ പോയി എന്തായാലും ഒരു സ്റ്റേ വാങ്ങും. അത് വാങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് തന്നെ വന്ന് കയറി കഴിഞ്ഞ് ബാക്കി ഇപ്പൊ നമുക്കറിയാമല്ലോ, കയറി കഴിഞ്ഞതുമല്ല എല്ലാ ആൾക്കാരും രാവിലെ എന്ന് പറഞ്ഞ രാവിലെ നേരം. നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ വരുമ്പോഴാണ്. ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി 7 മണി അപ്പോഴത്തേക്ക് റെയ്ഡ് തുടങ്ങി. അപ്പൊ ശരിക്കും പറഞ്ഞാലേ ഞാൻ ആലോചിച്ചത്, പിണറായിക്ക് ഒന്നാമതേ പേടിയാണ്. രാവിലെ ബെല്ലടിച്ച് കേട്ട് വാല് തുറന്നപ്പോ യുവമാരെ കണ്ട് പുള്ളി ഏത് അവസ്ഥയിലായി കാണുന്നുള്ളതാണ്. 5 മണിയോടുകൂടി വന്നതാണ്. എല്ലായിടത്തും വന്നു. 10 ഇടത്താണ് നമുക്ക് ഓർമ്മ വരുന്നത്. പണ്ട് NIA പോപ്പുലർ ഫ്രണ്ടിനെ കയ്യില് വലിയ തോക്കുണ്ട്, യന്ത്രത്തോക്കാണ് കയ്യിലിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് ആ യന്ത്രത്തോക്കുമാർ ഉപയോഗിച്ചില്ലോ എന്നാണ് എനിക്ക് മനസ്സിലായി. യഥാർത്ഥത്തിൽ ഈ യന്ത്രത്തോക്കം കൊണ്ട് വരുന്നത് എന്തിനാണ്? അത് ഉപയോഗിക്കാൻ. ആ സുരക്ഷ അവർ ഉപയോഗിച്ചില്ല. ഇന്നിപ്പം വണ്ടിയെല്ലാം തല്ലി തകർത്ത് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ട് ആ പക്ഷെ ഒരു പക്ഷേങ്കിൽ CPIM അതിബുദ്ധിയുള്ളവരെ കൊണ്ട് ഈ ആളുകൾ ഇറക്കിയത് പോലും. കാരണം യന്ത്രത്തോക്കോട്ട് അവരവിടെ നിന്നിട്ടും ഈ CPIM എന്ന് പറയുന്ന പാർട്ടി ആൾക്കാർ ഇറക്കിയത് പോലും ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാനായിരിക്കും. മറ്റൊരു കൂത്തുപറമ്പിനുള്ള നീക്കമാണ് അവർക്ക് രക്തസാക്ഷി ആവശ്യം. പക്ഷെ ഇവർ അറിയാതെ പോയൊരു കാര്യമുണ്ട്. ജനത്തിന് ഭയങ്കര കലിപ്പിലിരിക്കുമ്പോഴാണ് ഇതൂടെ വന്നിരിക്കുന്നത്. ഇത് മൊത്തം ജനം അടപടൽ ഇവർക്ക്. തല്ലിയാനുണ്ട്. ജനങ്ങൾ അത്ര അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. മൊത്തത്തിൽ ജനം അടപടലം തിരിഞ്ഞിരിക്കുകയാണ് ഇവർക്കെതിരെ. കാരണം പണ്ട് നിരപരാധികളുടെ 2-3 ടാക്സി വാഹനങ്ങളാണ് അത് അടിച്ചു പൊട്ടിച്ചു. അതിലൊരു ഡ്രൈവറുടെ കണ്ണിനകത്ത് ചില്ല് തറച്ചു. EDയുടെ അസിസ്റ്റന്റ് ഇതിന്റെ അകത്ത് കുറെ അധികം ഇവര് പറയുന്നത്, ഇവരുടെ ഒരു നറേറ്റീവ് എന്ന് പറയുന്നത്, സതീശൻ ഡൽഹിയിൽ പോയി മോദിയോട് സംസാരിച്ചിട്ട് അതിന്റെ പിറ്റേ ദിവസം ഒരു അറസ്റ്റ് എന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ എന്തെങ്കിലും ലോജിക്ക് അതിലുണ്ടോ? അല്പമെങ്കിലും. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ BJP കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പോട്ട്. ശരി, ഇനിയിപ്പോ കോൺഗ്രസ് മുഖ്യമന്ത്രി പറഞ്ഞ ഈ ഇദ്ദേഹത്തിന് അദാനിയുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് വേണം ഇവർക്ക് പറയാം, ചാർട്ടേഡ് ഫ്ലൈറ്റ് കൊണ്ടുപോയത്. പക്ഷെ ഇന്നലെ അവിടെ പോയ അദ്ദേഹം, ഇന്നലെയാണ് മുഖ്യമന്ത്രി, ഈ അപ്പൊ തന്നെ മോദി എടുക്കുന്നു, എന്റെ പിള്ളേരെ നിങ്ങൾ ED പിള്ളേരെ നിങ്ങൾ പോയി അവിടെ റെയ്ഡ് ചെയ്യുന്നു പറയുന്നു. അപ്പൊ തന്നെ അവരെല്ലാ സേന അറേഞ്ച് ചെയ്യുന്നു, ടാക്സി ബുക്ക് ചെയ്യുന്നു, ആൾക്കാരെ ഏർപ്പാടാക്കുന്നു, സുരക്ഷ ഏർപ്പാടാക്കുന്നു, വേണ്ട പെർമിഷൻ എടുക്കുക, എല്ലാം ഇന്നലെ രാത്രി നടന്നു. എത്രയോ ദിവസങ്ങൾ ഇന്നലെ നേരത്തെ മുതലേ പല പ്രോസസ്സുകളും നടപ്പിലാക്കി കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്ത് കോടതി വിധിക്ക് വേണ്ടി മാത്രം കാത്തുനിന്ന് കോടതി വിധി വന്നതിന് ഇന്നലെ വൈകുന്നേരം വന്നത്, കോടതി വിധി വന്നതിന് പിറ്റേ ദിവസം രാവിലെ ചെയ്തതാണ്. ഇതിനകത്ത് ശരിക്കും പെട്ടുപോയത് CPMന്റെ അണികളാണ്. ഇവർക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ, ഞങ്ങൾ എവിടെ ചെന്ന് സമരം ചെയ്യണം? സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചെയ്യണോ, ഇതാരാണ് ശരിക്കും, ഇത് ആരോടാണ് ഞങ്ങൾ സമരം ചെയ്യേണ്ടത്? ED എവിടെയാണ് നിൽക്കുന്നത്? ഇത് ആര് പറഞ്ഞിട്ടാ വന്നത്? സതീശൻ പറഞ്ഞിട്ടാണോ, മോഡി പറഞ്ഞിട്ടാണോ? അതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചെയ്യണം. ഇതിന്റെ അകത്ത് ഈ വളരെ രസകരമായ സതീശനെ ഇപ്പൊ പിണറായി വിജയൻ ഇന്ന് ഇറങ്ങി വന്നപ്പോ പറഞ്ഞ ഡയലോഗ് കേട്ടോ, രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായി കാണും, പിണറായി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. മനസ്സിൽ പിടിച്ചിട്ടിരിക്കുക. പിന്നെ സ്വർണ്ണ കള്ളക്കടത്തടക്കം നിരവധി കള്ളക്കേസുകൾ ഉണ്ടായിട്ട് വളരെ കൃത്യമായി പിണറായിയെ സഹായിക്കുന്ന നിലപാടായിരുന്നു മോദി സർക്കാർ. അതെ, BJP മോദി ഒരു നല്ലൊരു നെക്സസ് ഉണ്ടായിരുന്നു. ഇനി ഇപ്പൊ മോദിക്ക് ഇയാളെ ആവശ്യമില്ല മനസ്സിലായി. കാരണം ഇവിടെ അടപടലം പൊളിഞ്ഞ് നാശക്കോട്ടെ. അത് മാത്രമല്ല ഇതിനകത്തൊരു വലിയൊരു തിയററ്റിക്കൽ ഇഷ്യൂ ഉണ്ട്. ഞാൻ ആദ്യകാലം ഇന്നിപ്പം KK രാഗേഷ് അത് പറഞ്ഞു. ഞാൻ ആദ്യം ഒരു തിയറിയാ,
അതായത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആയതുകൊണ്ട് CPM-നെ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ CPM-ൽ നിന്ന് അണികൾ, ഹിന്ദുക്കളായ അണികളെ BJP-യിലേക്ക് കിട്ടും. ഇതാണ്. പക്ഷേ BJP-യുടെ ഒരു സങ്കല്പം അങ്ങനെ ആയിരുന്നില്ല. BJP-യുടെ സങ്കല്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ദുർബലമായാൽ മാത്രമേ ദേശീയ തലത്തിൽ അതിനെ ദുർബലമാക്കണം. അത്രേ ഉള്ളൂ. അപ്പം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ CPM-ഉമായിട്ട് വേണ സഖ്യത്തിന് പോലും സാധ്യതയുണ്ട്. സഖ്യം ഉണ്ടാക്കാം. ഇപ്പൊ DMK-യോട് BJP തമിഴ്നാട്ടിൽ സഖ്യത്തിന് ശ്രമിക്കുന്നു. മമതാ ബാനർജിയുടെ സഖ്യം ഉണ്ടാക്കിയിട്ടില്ലേ? എന്തിനാണ് PDP-യുടെ സഖ്യം ഉണ്ടാക്കി? എന്തിനാണ് BJP സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ? VP സിംഗ് പ്രധാനമന്ത്രി എങ്ങനെയാണ്? അന്ന് CPM BJP എല്ലാം ഒരുമിച്ച് നല്ല പിന്തുണ കൊടുത്തു. എന്ന് മാത്രമല്ല, അത് VP സിംഗിന്റെ മുമ്പ് ഈ ജനസംഘം ഉണ്ടായിരുന്ന കാലത്ത് ജനസംഘം സ്ഥാനാർത്ഥി KG മാരാർക്കും 77 തെരഞ്ഞെടുപ്പിന് ഒരുമിച്ച് മത്സരിച്ചു. ജനസംഘക്കാരൻ ജനതാ പാർട്ടി KG മാരാറിന് വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ പോയത് ഈ പിണറായി വിജയൻ. അതായത് ജനസംഘമാണല്ലോ പിന്നീട് BJP. അപ്പൊ ഇവർക്ക് പഴയ ഒരു പാരമ്പര്യമുണ്ട്. ഇനിയാണെ പോലും കേരളത്തിൽ CPM-ന്റെ ഒരു പൊട്ടൻഷ്യൽ സഖ്യകക്ഷി BJP ആണ്. കാരണം BJP വളരുകയും CPM തളരുകയും ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ പാർട്ടിയായി വരുന്ന CPM-നെ സുരക്ഷിതമായ താവളമാണ് BJP വിഴുങ്ങും ഇവരെ. BJP വിഴുങ്ങിയേ പറ്റൂ. സ്വാഭാവികം. അപ്പം ഈ ഒരു ശ്രമം BJP-ക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അവർ പരമാവധി സമീപനം പഠിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 5-10 വർഷത്തെ പിണറായി ഭരണകാലത്ത് ആദ്യത്തെ സർക്കാരിന്റെ കാലത്താണ് സ്വർണ്ണക്കടത്തുണ്ടാവുന്നത്, ലൈഫ് മിഷൻ കള്ളക്കടത്തുണ്ടാവുന്നു, കറൻസി കടത്തുണ്ടാവുന്നു, ഈന്തപ്പഴത്തിൽ കൊണ്ടുവന്ന ഒരു വിവാദം. അത് സത്യസന്ധനായ ഒരു മൂർത്തി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ കണ്ടുപിടിച്ചത്. സ്വപ്നം മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്തി. പക്ഷേ അനങ്ങിയില്ല. പിണറായി വിജയൻ ഒന്നും ചെയ്തില്ല. ഈ മറ്റേ ബാങ്ക് തട്ടിപ്പടക്കം, ഈ മറ്റേ ശബരിമല അടക്കം ഇടിക്ക്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആ ലൈഫ് മിഷൻ തട്ടിപ്പ് സൂക്ഷ്മമായി പഠിച്ച ഒരാളാണ്. ലൈഫ് മിഷൻ തട്ടിപ്പിന്റെ ഒരു പ്രത്യേകത, UAE-യില് റെഡ് ക്രസന്റ് പണം പിരിക്കുകയാണ്. ആ പണം കേരളത്തിലെ ചില സ്വകാര്യ അക്കൗണ്ട് അങ്ങോട്ട് മാറ്റുവാണ്. അല്ലാതെ അവര് പിരിച്ചിങ്ങോട്ട് മാറ്റുകയാണ്. ഇത് എന്നിട്ട് ഇവർ കൈകാര്യം ചെയ്ത് ഈ സർക്കാരിന്റെ പണമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. ഇത് പൂർണ്ണമായും ഫെമ നിയമലംഘനമാണ്. വിദേശത്തു നിന്ന് പണം നിങ്ങൾ എങ്ങനെ കൊണ്ടുവന്നാലും, നിങ്ങൾക്ക് വിദേശ പണം കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ NRI ആയിരിക്കണം, NRI അക്കൗണ്ടിലേക്ക് പണം കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ എടുത്ത് കൊണ്ടുവരാൻ പറ്റും. സ്ഥാപനമാണെങ്കിൽ പോലും ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റിലുള്ള SBI ബ്രാഞ്ചിൽ നിർബന്ധമായി നമുക്ക് അക്കൗണ്ട്. ഇത് ഇങ്ങനെ അതിശക്തമായ നിലപാടെടുത്ത് പോകുന്നതിനിടയ്ക്ക് ഇവർ അതിന്റെ പേരിൽ കേസെടുത്തിട്ടില്ല. ഫെമ നിയമം ലംഘനം എന്ന് പറഞ്ഞാൽ എപ്പോ അങ്ങനെ ഇനി മാസപ്പടിയിലേക്ക് വരിക. മാസപ്പടി കേസ് എത്രയോ സജീവമായ തെളിവുകൾ ഉണ്ടായിട്ട് ഒന്നും ചെയ്ത്. കാരണം ഇവരുടെ വിചാരിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ തീർക്കുക, CPM വരിക, പിന്നെ അവർക്ക് എളുപ്പമായിരുന്നു ധാരണ. എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞപ്പോ അവർക്കൊരു കാര്യം പിടികിട്ടി, ഇതൊന്നും നടക്കത്തില്ല, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന്റെ UDF-നെയും കൂടെ ആണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് മനസ്സിലായി, ഇനി നമ്മൾ പണ്ട് പറഞ്ഞ തിയറി CPM-ന് പണി കൊടുത്താലേ. ഇപ്പം ഈ CPM ശക്തമായ CPM വിരോധം ഉള്ളത് കൊണ്ടാണ് ഇവർ ഇതിനു വേണ്ടി നടപടിക്കണം. അതെ എടുത്തു എന്ന് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം. 1,72,00,000 രൂപയാണ് മാസപ്പടിയായിട്ട് ഇത് GST ആണ് കണക്കിലുള്ളത്. പിന്നെയുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ വ്യക്തമായ തെളിവ് കോടതിയുടെ മുന്നിലുണ്ട്. കോടതി ആദ്യം കുറെ നാൾ ഇത് വെച്ച് തള്ളി നീക്കിയെങ്കിലും ഇപ്പൊ പെട്ടെന്ന് തന്നെ വിധി പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടന്ന ഒരു റെയ്ഡാണ്. അതിനെ ഈ BJP പിന്നെ അത് അല്ലെങ്കിൽ UDF സഖ്യം എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് വരെ വാസ്തവത്തിൽ BJP-യോട് അടുപ്പം കാണിച്ചു തരുന്നത് CPM അവരുമായിട്ട് ഒരു അന്തർധാരണ മാത്രമല്ല, ഈ ചക്ക സ്ഥാനാർത്ഥി നിർത്തിയത് പോലെ ഇതിന്റെ ഭാഗമായിട്ടാണ്. എന്ന് മാത്രമല്ല, UDF അധികാരത്തിൽ വന്നാൽ ഇവിടെ ഇസ്ലാമിക ഭരണമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ ഒരു ഒറ്റയടിക്ക് അവരുടെ സഖ്യകക്ഷി എന്ന് അവർ വിശ്വസിച്ചിരുന്ന BJP അവർ കോൺഗ്രസിന് കൊടുത്തു, കോൺഗ്രസിന്റെ തലയിലോട്ട് കൊടുത്തു. ഇതുവരെ പറഞ്ഞ ആ ഒരു സഖ്യം അവരുടെ തലയ്ക്ക് ചാർത്തി കൊടുത്തു. രമേശ് ചെന്നിത്തല പറഞ്ഞ കണ്ടോ, ഞാൻ അറിഞ്ഞില്ല, ആഭ്യന്തരമന്ത്രി പറയണേ ഞങ്ങൾ അറിഞ്ഞില്ല ഈ സംഭവം നടക്കുന്നത്. ആഭ്യന്തരമന്ത്രി അറിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ ഉള്ളത് പിണറായി പോലീസാണ്. അത് പുറത്ത് പറക്കണം. ഇപ്പോഴും പുനഃസംഘടിപ്പിച്ചിട്ടില്ല പോലീസ്. ഇന്റലിജൻസ് സംവിധാനം പരാജയമല്ലേ? രമേശ് ചെന്നിത്തല അറിയാതെ ഇവർ ഈ സംഭവം ഇവിടെ നടത്തുന്നു. പോലീസ് സംവിധാനം പരാജയമാണ്. സസ്പെൻഡ് ചെയ്ത 3 വിദ്വാന്മാരോടൊപ്പം നിൽക്കുന്നുണ്ട്. അതെ, അകത്തറാൻ പറ്റാത്തതുകൊണ്ട് വിധേയന്മാരായിട്ട് 3 പേരോടെ നിറഞ്ഞിരിക്കുന്നു. അനിൽ എന്ന് പറഞ്ഞ ആൾ അവിടെ കൃത്യമായിട്ട് 25 കൊല്ലമായിട്ട് പിണറായിയുടെ 25 വർഷം, 4 നൂറ്റാണ്ട്. അതായത് പിണറായി പാർട്ടി സെക്രട്ടറി പിന്നെ പുസ്തകമാണ്. പിണറായി മറ്റേ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇയാൾ ഗവൺമെന്റ്. അപ്പൊ ഇങ്ങനെ സുഖമായി സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന ആ ഇടപാടത്താണ് ഇപ്പം
BJP പറഞ്ഞു നിങ്ങളെ കൊണ്ടൊരു പ്രയോജനമില്ല, അവർക്ക് കാര്യം പിടിച്ചു. വളരെ കൃത്യമായി CPM അറ്റാക്ക് നടക്കാം. ഇത് ഇവര് ഇപ്പൊ ഇവര് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു പ്രതാപം വീണ്ടെടുക്കാം, ബഹളം വയ്ക്കും. പക്ഷെ ഒന്നും നടക്കത്തില്ല. എതിർത്തു തുടങ്ങിയവരെ ഇപ്പോഴത്തെ ആക്രമണമല്ലോ, ഈ ആക്രമണം നടത്തിയവനല്ല ഈ കാറിന്റെ പൈസ കെട്ടിവെക്കേണ്ടി വരും. കാരണം ഇത് ഔദ്യോഗിക കൃത്യനിർവഹണമായി. അവര് സഞ്ചരിക്കുന്ന വാഹനം ഔദ്യോഗിക വാഹനമാണ്. അപ്പൊ PDPP ആക്ട് ഇതിനകത്ത് ഉറപ്പായിട്ട് വരും. കാരണം അവര് സ്വകാര്യ കാറിലല്ല വന്നിരിക്കുന്നത്, അവര് ടാക്സി പിടിച്ചാണ് വന്നിരിക്കുന്നത്. ആ വാഹനം അവര് റെന്റിനെടുത്തതാണ്, അവര് സഞ്ചരിക്കുന്ന ഈ ലക്ഷ്യത്തിന് വേണ്ടി എടുത്താണ്. അപ്പൊ അവര് ഡ്യൂട്ടിയാണ്. അവർ സഞ്ചരിച്ചിരുന്ന വാഹനവും അതിന്റെ പരിധി വരും. ഉറപ്പായിട്ട് ഇതിന്റെ 3 ഇരട്ടി അങ്ങാണ്ട് കെട്ടിവെച്ചെങ്കിൽ ഇവർക്ക് ജാമ്യം കിട്ടും. അതുകൊണ്ടാണല്ലോ പിടിക്കും. എന്നെ എന്തിനാ പിടിക്കുന്നത് കാരണം കേട്ടില്ല. അതോടുകൂടി അവന്റെ ഇടപാട് തീരും. ഇന്നലെ എല്ലാവരും കുട്ടിസാഹക കടി കിട്ടിയില്ലേ എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം, ഈ അണികൾ ഞങ്ങൾ ജീവൻ കൊടുത്ത് പിണറായിയുടെ മകളുടെ കൈക്കൂലി കേസ് സംരക്ഷിക്കും, ഇവരെന്ത് മണ്ടന്മാരാണെന്നാണ് നമ്മൾ. ശിവൻകുട്ടിയുടെ പോസ്റ്റ് കണ്ടോ? ശിവൻകുട്ടിയുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുത്തും പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്നു. അല്ല, പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ സംരക്ഷിക്കും, രക്തം കൊടുത്ത് സംരക്ഷിക്കും. പിണറായി അല്ല, പിണറായിയല്ല, പിണറായിയുടെ മകളാണ് പ്രസ്ഥാനം. ഇത് തന്നെ ജനീഷ് കുമാർ MLA പറഞ്ഞു. ഞങ്ങള് CPM-നെതിരെ കേസില്ല, പാർട്ടി ഓഫീസിൽ പോകുന്നില്ല, ഒന്നുമില്ല. പിണറായി വിജയന്റെ മകൾ മോഷണം നടത്തി. ആ മോഷ്ടാവ് താമസിക്കുന്നത് നിർഭാഗ്യവശാൽ പിണറായി വീട്ടിലായി. അതെ. അപ്പൊ പിണറായി വീട്ടിൽ പോയി പിണറായി ചോദ്യം ചെയ്തില്ല. ഇത് ബിനീഷ് കോടിയേരിക്ക് ബാധകമല്ലായിരുന്നു. അല്ല, അത് വേറൊരു വിഷയം. ബിനീഷ് കോടി അതിനകത്ത് രസകരമായ ഇപ്പൊ ബിനീഷ് കോടിയുടെ പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചിരിച്ചോണാ വായിച്ചത്. എനിക്ക് കൃത്യമായിട്ടറിയാം എന്റെ ചില തെളിവുകൾ ഇരിപ്പുണ്ട്. ഞാൻ തൽക്കാലം ഈ CPM-ന്റെ അകത്തെ എങ്ങനെയാണ് ഈ ചേരിതിരിവ് പോകുന്നതെന്ന് നോക്കിയിട്ട് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്ന ചില തെളിവ് എന്റെ ഇരിപ്പുണ്ട്. അപ്പൊ എനിക്കിത് കണ്ടപ്പോ ചിരി വന്നത് എന്താന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കണമെന്നും പിണറായി അകത്താവണമെന്നും ആത്മാർത്ഥമേ ആഗ്രഹിക്കുക മാത്രമല്ല പൂജ നടത്തുകയും ചെയ്യുന്നവനാണ് ഈ ബിനീഷ് അമ്മേ. പൂജ മാത്രമല്ലല്ലോ, ബിനീഷിന്റെ കൂട്ടുകാരനാണല്ലോ ഇത്. അതാണല്ലോ അതല്ല ഇവരുടെ യഥാർത്ഥ പോയിന്റ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ പറയുന്ന മനോരമയിൽ ഒരു വാർത്ത വരുന്നു. ആ വാർത്തയുടെ ചുവട് പിടിച്ചിട്ട് ഈ ഷോൺ ജോർജ് കൊണ്ട് കേസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ബിനീഷിന് വേണ്ടിയാണ്. ഇത് ബിനീഷിന് പ്രതികാരമാണ്. കാരണം ബിനീഷിന് ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരുമിച്ച് പഠിച്ചവരാണ്, ഒരുമിച്ച് വളരെ അടുത്ത് ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നവരാണ്. 1 കൊല്ലം ബിനീഷിനെ ജയിലിൽ ഇടിച്ചു. 1 കൊല്ലം വിട്ടു. ആ 1 കൊല്ലം വിട്ടു എന്ന് മാത്രമല്ല, കോടിയേരിക്ക് അർഹിക്കുന്ന യാത്രയപ്പ് കൊടുത്തില്ല എന്നൊരു പരാതി. മുഖ്യമന്ത്രി കസേര 2ാം ടൈമിൽ കോടിയേരിക്ക് കിട്ടണം. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ബിനീഷിനെ ജയിലിൽ അടയ്ക്കുന്നത്. പക്ഷെ ഈ ബിനീഷ് 1 വർഷം ജയിലിൽ കിടന്ന് ആ കോടിയേരി ബാലകൃഷ്ണൻ വേദനിച്ച് അയാൾ മരിക്കുകയാണ്. ഈ മകൻ ജയിലിൽ കിടക്കുന്ന കാരണം ഈ വികാരം വിനോദിനി കോടിയേരിക്കുണ്ട്, ഈ വികാരം ബിനീഷിനുണ്ട്. ബിനീഷ് രഹസ്യമായിട്ടാണ് വീട്ടിൽ ചെന്നപ്പോൾ പ്രകടിപ്പിച്ച വികാരമുണ്ടല്ലോ, അതാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കിണർഗോലു ചെയ്തു എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് കിണർഗോലു ചെയ്ത അതേ പ്രതികാരമാണ്. അതായത് ഇപ്പം ചാരനായിട്ട് അവരുടെ കൂട്ടത്തിൽ കൂടി ഇവരെ നശിപ്പിക്കാന്നുള്ളത്. ഈ ബിനീഷ് ഇടുന്ന ഓരോ പോസ്റ്റും ഈ പിണറായിക്കും പാർട്ടിക്കും എതിരെയുള്ളതാണ്. ഇന്ന് പുള്ളി രക്ഷാപ്രവർത്തനത്തിന് അവിടെ മുന്നിൽ ചെന്ന് നിൽപ്പുണ്ട്. ബിനീഷ് ഇതൊക്കെ ഇത് കാണാൻ വേണ്ടി ഇത് മൊത്തം കൂടുതൽ അടുത്ത് നിന്ന് കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അല്ലാതെ പിണറായി വിജയനോടോ വീണയോടോ. നിങ്ങളുടെ പഴയ എഡിറ്റർ ഉണ്ടായിരുന്നല്ലോ അജിത് കുമാർ ജയിലിലായില്ലേ? ജയിലിലായ സമയത്ത് അജിത് കുമാർ എന്നോട് ജയിലിലുണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ അജിത് കുമാർ അവിടെ നിന്ന് പൊട്ടിക്കരയും മിക്കവാറും. ഇപ്പൊ ഈ അജിത് കുമാറിന്റെ ശത്രുക്കളുണ്ടല്ലോ, അജിത് കുമാർ ഒരുപാട് ശത്രുക്കളുണ്ട്, ഒരുപാട് ഒരു വെറുപ്പിച്ചിട്ടുണ്ട്. ഈ ശത്രുക്കൾ ജയിലിൽ കാണാൻ വരുമായിരുന്നു, സന്ദർശനത്തിൽ വരുമ്പോ ഇവിടെ എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ പോയി കഴിയുമ്പോ പൊട്ടിക്കരയാൻ ഇതേ തരത്തിലാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത്. എന്തായാലും ഇപ്പം നമ്മൾ ഭയപ്പെടുത്തുന്ന തരത്തിൽ, അതായത് ആരും പ്രതീക്ഷിച്ചില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ ഈ സംഭവം. അത് പിണറായി വിജയൻ നിങ്ങൾ ചോദിച്ച മാതിരി രാവിലെ ഇയാൾ അപ്പിടാൻ പോലും പോയി കാണത്തില്ല. അതിന് മുമ്പാണല്ലോ വരുന്നത്. മാത്രമല്ല പുള്ളിയുടെ മകളെയാണ് തൊടാൻ വരുന്നത്. അത് ഭയങ്കര മക്കളെ തൊടുന്നത് പുള്ളിക്ക് ഭയങ്കര വിഷമാണ്. ആലോചിച്ച് നോക്കിയ മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേകത, കഴിഞ്ഞ 10 വർഷം അധികാരത്തിന്റെ
10 വർഷം വരെ പോകണ്ട, 2 മാസം മുമ്പ് വരെ. അതെ. 10 വർഷം തുടർച്ചയായിട്ട് അധികാരത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പുണ്ടാകാനുള്ള പല കാരണങ്ങളിൽ ഉണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ അധികാര പ്രമത്തത. ഞാൻ ഈ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വഴി ഒരുപാട് തവണ പോകാറുണ്ട്. അതിലെ ഞാൻ പോകാറുണ്ട്, ഒരുപാട് തവണ ഞാൻ പോകാറുണ്ട്. ഒരു 10-25 തവണയെങ്കിലും എനിക്ക് അവിടെ വെയിറ്റ് ബ്ലോക്ക് ചെയ്യും. ചെയ്യും. അപ്പൊ ഞാൻ ആളുകളുടെ എല്ലാവരും പെറുപുറത്തോണ്ടിരിക്കുക, എല്ലാരും പ്രാഗാണ്, എല്ലാവരും പ്രാഗുമാണ്. എന്നിട്ട് ഈ നിരനിരയായി പോകുന്ന വഴി ട്രാഫിക് സിഗ്നല് പിന്നെ ഞാൻ ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു. അവിടെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് നടുക്ക വന്ന് ഇറങ്ങുന്നത് ഞാൻ ഇറങ്ങി ഞാൻ വരുമ്പം നിറച്ചു പോലീസ്, ആളുകൾ കാണില്ല, എല്ലാം ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ എന്നെ നോക്കി ചിരിച്ചു കാണിക്കുന്നുണ്ട്. ഞാൻ നോക്കി തന്നെ ഇതുപോലെ പോലീസ് നിൽക്കുന്നേ. അപ്പൊ ഞാനവിടെ പോലീസ് അത് മുഖ്യമന്ത്രി വരുന്നുണ്ടോ, ആ സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുവാണ്. ചുറ്റിനും മറ്റേ SP-യും കമ്മീഷണറും അവരെല്ലാം കൂടെ നിൽക്കുന്നു. ഓഹോ, അധികാരത്തിന്റെ ഒരു യഥാർത്ഥ സഫാരി സൂട്ട് ധരിച്ച ഈ അംഗരക്ഷകന്മാരിങ്ങനെ വരുമല്ലോ. ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരിക്കുന്നു. ഒരു ബെഞ്ചാല് ഒരു കാറേൽ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ മറ്റേ ഫൈനുള്ള ഒരു കാറെ കൊണ്ടുവന്നു. അതെ, ഈ പറയുന്ന കക്ഷി ഇന്നിപ്പം രാവിലെ മുതൽ, അതായത് നേരം വെളുത്ത് എന്തെല്ലാം പദ്ധതി ഇട്ടാ, നേരം വെളുത്ത് അത്രയും നേരം ഏതാണ്ട് 2-3 മണി വരെ അവിടെ വെളി പോയിറങ്ങി. അതിൽ ഫോൺ പിടിച്ചു വെക്കുന്നു. ഫോണൊന്നും ഇല്ലെന്ന് ഓർക്കണം, ഒന്നുമില്ല. മാത്രം മൊഴിയെടുത്തല്ലോ ആദ്യം തന്നെ. ഞാൻ പെട്ടെന്ന് പറയായിരുന്നു, ഇവിടെ നമ്മളെ മൊഴിയെടുത്തപ്പോ പണ്ട് ഇയാൾ പറഞ്ഞ ആളാണല്ലോ പോലീസുകാരന്മാർ ഇവിടെ നമ്മളെ മൊഴിയെടുത്ത്, നമ്മളെ കുത്തിയിരുത്തിയല്ലോ മൊഴിയെടുത്ത്. നമ്മുടെ മൊഴിയെടുക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു കേട്ടതാ. നിങ്ങളൊന്നും രാത്രി ഉണ്ട്. അന്ന് കുറെ കഴിഞ്ഞിട്ട് അവർ പോയില്ലല്ലോ. ഇല്ല, 1 മണിക്ക് ഞങ്ങൾ വിട്ടുള്ളൂ. അതായത് രാത്രി മുഴുവൻ കഴിയും, എല്ലാം കഴിഞ്ഞിട്ടും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടുന്ന 1 മണി വരെ നോക്കിയിരുന്നു. ആലോചിച്ച് എല്ലാം അനുഭവിക്കും. എനിക്ക് ഒരു കാര്യം പറയാം, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, നീതിബോധത്തോടെ നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ നമുക്കതിന് ഫലമുണ്ടാവും. നീതിബോധം ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന് അനുഭവിക്കും. നോക്കൂ, നമുക്കെതിരെ പോരാടി ഓരോരുത്തരുടെ അവസ്ഥ, അജിത് കുമാറിന്റെ അവസ്ഥ എത്ര ദയനീയം. എം ആർ അജിത് കുമാർ ഓപ്പറേറ്റ് ചെയ്ത് വലിയ ഒരാളെ കൊണ്ട് ഇടപെടുത്തിയിരിക്കുകയാണ്. അതെ, അയാൾ ഏത് നിമിഷവും സസ്പെൻഷനാവുന്ന സാഹചര്യത്തിൽ നിൽക്കുന്നു. ഈ പറയുന്ന അജിത് കുമാറെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ ഒരു വലിയ സമ്പന്നനായ ഒരാൾ ഇടപെട്ടത്, അയാളെ സസ്പെൻഡ് ചെയ്യും. സമ്പന്നന്റെ ഇടപെടലൊക്കെ പെട്ടെ കോൺഗ്രസ് പരിപാടി സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം. ഇനി പോട്ടെ, നമ്മുടെ എതിർപക്ഷത്ത് നിന്ന് അൻവർ തിരിച്ചു, ഇവരുടെ ഗ്രൂപ്പ് മാറി. അൻവർ, ശശി, അജിത് ത്രിമൂർത്തികളായിരുന്നു. ശ്രീനിജൻ, ആരൊക്കെയാണ് പാവപ്പെട്ട പ്രതാപം പോലും നമ്മളോട് തിരിഞ്ഞു. എല്ലാരും ജയിച്ചു. പ്രധാനമന്ത്രി കാര്യം ആലോചിച്ച് നോക്കൂ, മന്ത്രി അവന്റെ ആളാണല്ലോ. 126 വോട്ടിന് കൊണ്ട് ദൈവം തോപ്പിച്ചു. എങ്ങനെ കൊടുങ്ങല്ലൂർ സീറ്റ് വേണ്ട, തോറ്റുപോകുമെന്ന് പറഞ്ഞ് മണലൂർ പോയി മത്സരിച്ച പ്രതാപൻ 126 വോട്ട് നോക്കുന്നു, കൊടുങ്ങല്ലൂരിലെ പയ്യൻ ജയിച്ച് മന്ത്രിയാവുന്നു. ആലോചിക്കേ, ഇത് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൃത്യമായ ഇടപെടലാണ്. പിണറായി ഇപ്പൊ കണ്ടോ, ED-യുടെ മുമ്പ് ഇയാൾ കഴിഞ്ഞ വർഷം ഇയാൾ രാജിവെക്കേണ്ടതാണ്. ED നേരത്തെ റെയ്ഡ് ചെയ്ത് രാജിവെക്കാൻ ചോദ്യം ചെയ്തിട്ട് ഇയാൾ രാജിവെക്കേണ്ടതാണ്. പുച്ഛിച്ച് ED എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് പുല്ല എന്ന് പറഞ്ഞ് ED-ക്കെതിരെ നടന്ന കക്ഷി രാവിലെ മുതൽ ഉച്ചവരെ വെള്ളം കുടിക്കാതെ അവിടെ ഇരുന്നെന്ന് പറഞ്ഞാണല്ലോ, ഒരു ബന്ധമില്ല. അവസാനം ഓടി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു, കടക്കോ പുറത്തെന്ന് പറഞ്ഞ ആ മാധ്യമങ്ങൾ ഓടി. എല്ലായിടത്തും ഒന്നും ഇയാള് തീർന്നു. ഇയാളുടെ ഒരു ത്രിമൂർത്തികളായിരുന്നല്ലോ ഈ അൻവറും അജിത്തും, ഈ പറയുന്ന നമ്മൾ പറഞ്ഞ വേറെ ആരായിരുന്നു, ഈ അജിത്തും മറ്റേ ശശി. പിന്നീട് ഈ കൂട്ടത്തിൽ ഈ ഗ്യാങ്ങിൽ ഒരാളുകൂടെ ഉണ്ടായിരുന്നു. അത് ഇന്നലെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, SP ഹരിശങ്കർ. ഇവര് 3 പേരും കൂടി, ഈ അൻവർ പോയതിനു ശേഷം ഇവര് 3 ചേർന്നിട്ടാണ് ഈ പരിപാടി എല്ലാം നീക്കിയത്. ഹരിശങ്കറിന്റെ അപ്പന് അകത്ത് പോണ്ടി വന്നില്ല. ഹരിശങ്കറിനെ കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടില്ല. അതെ, അങ്ങനെ വന്നു. അയാളുടെ പേര് അപ്പൊ എന്നോട് ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇത് പിന്നെ ശശി അജിത്തും മാത്രമാണ്. അല്ല, ഇതിനകത്ത് യഥാർത്ഥ ബുദ്ധികേന്ദ്രമായിട്ട് ഇയാളും. അത് രസകരമല്ല. നമ്മൾ രാവിലത്തെ വിഷൽ കാണുകയാണ്, കണ്ണൂർ ആരും വന്നില്ല. എനിക്കൊന്ന് ആരൊക്കെ കുത്തികളാക്കി ആൾ കുറെ പേര് വരെയാണ്. അപ്പം P. ചന്താരകം വരെയാണ്. അതിന്റെ ഉള്ളിൽ എന്ത് സന്തോഷമായിരിക്കും. അദ്ദേഹം അവിടെ ഒരു കസേര ഇട്ട് കൊടുത്തു, എല്ലാവരും കൂടെ കസേര അദ്ദേഹം കസേര ഇരിക്കും, ചുറ്റും അണികൾ ഇരിക്കുന്നു. അണികൾക്കെല്ലാം പഴവും കുപ്പിവെള്ളം എല്ലാവരും വന്നിരിക്കുന്നു. അപ്പൊ അവരൊക്കെ ഭയങ്കര പ്രതിഷേധിക്കാണ് ഇങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഉള്ളിൽ എന്താണ് ഈ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവർ പ്രതിഷേധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ പ്രകോപിപ്പിക്കുകയും, നമ്മൾ ഒരുപാട് പ്രകോപിപ്പിച്ചു. ഇവർ വണ്ടി അടിച്ചു, തല്ലിപ്പൊട്ടിച്ചു, കലാപം ഉണ്ടാക്കി, മറ്റേ ഇറങ്ങി വാടാ മുട്ടുകാല് വിട്ടു എന്ന് പറഞ്ഞ ഇതൊക്കെ ചെയ്തത്
ഇഡിക്ക് അനുകൂലമായി ഇഡിക്ക് കോടതി കൊണ്ടുപോയി പരാതി കൊടുക്കും, കോടതി റിപ്പോർട്ട് കൊടുക്കും. ഞങ്ങൾ ജോലി ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ ഇവരെ വല്ല അറസ്റ്റ് ചെയ്താൽ ജാമ്യം പോലും കിട്ടത്തില്ല. ഇങ്ങനെ ജാമ്യമൊന്നും കിട്ടാതെ പിണറായി പിടിച്ച് അകത്തിട്ടിട്ട് പിണറായിയോട് രാജിവെച്ചിട്ട് ശൈലജ ടീച്ചറിനെ കൊണ്ട് ധർമ്മടത്ത് മത്സരിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കി CPM-നെ ഒന്ന് ഉണർത്താനുള്ള പദ്ധതിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പണി കൊടുക്കാനാണ്. അതായത് ഇതിന്റെ അകത്ത് പിണറായിയെ വലിയ കുഴപ്പമാണ്, കോടതി ഇതെല്ലാം കാണും, ഈ റിപ്പോർട്ടെല്ലാം വരും, ഈ വിഷ്വൽസ് എല്ലാം കാണും. ഈ വിഷ്വൽസ് എല്ലാം കാണുമ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ പിണറായിയുടെ മകളുടെ കേസിലൊക്കെ പെട്ടുപോകും. ജാമ്യത്തിൽ ചിലപ്പോൾ ജാമ്യത്തിൽ കൊടുക്കാൻ പറ്റും. കാരണം ഇവരിങ്ങനെ ആൾക്കൂട്ടമാണ് ആക്രമിക്കുന്നത് പറയാം. ഇതിനിടയ്ക്ക് ആർഷയുടെ വാക്കുകൾ അറം പറ്റിയേക്കും. ഈ വെള്ളം തുപ്പുന്ന വീരങ്കി അല്ല, തീ തുപ്പുന്ന വീരങ്കി കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ സൈസ് സാധനമായിട്ടായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഇത് അതും ഒറിജിനൽ ആവും. വെള്ളം തുപ്പുന്നതല്ല, തീ തുപ്പുന്നത്. ഞാനിത് കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നിയത്, എന്താണ് ഇവരെ ഈ യന്ത്രത്തോക്കുകാർ അനങ്ങാത്തത്. പക്ഷെ ഇതിന്റെ കെണി തിരിച്ചറിഞ്ഞു. ഒരു പക്ഷെങ്കിൽ CPM-ന് രക്തസാക്ഷിയെ വേണം, വെടിവെച്ച് ആരെങ്കിലും. പിണറായി വിജയൻ ഇനിയും കുറെ കഷ്ടപ്പെടും. മുറ്റത്ത് മുഴുവൻ മദ്യക്കുപ്പിയും ഉള്ള സാധനം എല്ലാം വലിച്ചെറിഞ്ഞേക്കുക. ഇവരെ അടുത്ത് ഹെൽമറ്റ് വരെ നമുക്ക് ഒരുമിച്ചിറങ്ങാന്നാ പറഞ്ഞേ. യഥാർത്ഥ കലാപാഹ്വാനമാണ്. നമുക്ക് ഒരുമിച്ചിറങ്ങാൻ ഒറ്റയ്ക്ക് മുടിപ്പിച്ചു. ഒരുമിച്ച് ഇനി ബാക്കി ഇതിന്റെ പശ്ചാത്തലം, ഇതിന്റെ തെറ്റ് ചെയ്തതിന്റെ പ്രായശ്ചിത്തം എല്ലാം കൂടെ നമുക്ക് ഒന്നും തിരിച്ചറിയാതെ പോകുന്നത്. പണ്ട് ഇത്തരം കലാപങ്ങൾ ഉണ്ടാക്കിയാൽ, ബഹളങ്ങൾ ഉണ്ടാക്കിയാൽ അതൊരു ജനപിന്തുണയായി മാറുമായിരുന്നു. ഇന്ന് ജനം വെറുക്കത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് പുതിയ സർക്കാർ വന്നിട്ട് ഒരാഴ്ച ആയുള്ളൂ. ഈ സർക്കാരിന് ഒരു ബന്ധവുമില്ല. അതെ, ഈ കുട്ടി സാഹചര്യ അടി കിട്ടിയതിന് എന്തൊരു സന്തോഷമാണ് ജനത്തിന്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ട് അത് ഞങ്ങൾ രണ്ടുകൂടെ ചെയ്ത വീഡിയോകളും നമ്മൾ ചെയ്ത ന്യൂസ് സ്റ്റോക്കും എന്തും വേണ്ടി പ്രേക്ഷകരാ 1300 കമന്റ് എങ്ങാണ്ടുള്ള ഒരു അടിയിൽ ഇവന്മാർ ഒരൊറ്റ കമന്റ് പോലും അനുകൂലിച്ചില്ല. അപ്പൊ പിന്നെ ഇന്നത്തെ കാര്യം പറയാം. അതായത് SFI-ക്കാർ ഓടി നിർന്ന് അടി കൊണ്ടതോടെ അത് ശരിക്കും അവരുടെ വെള്ളം ചീറ്റിയൊക്കെ വീഴ്ച 10 കിലോ സമരം ചെയ്ത് പരിചയമില്ലാത്ത പിള്ളേരുടെ മുഖത്തോട്ടാണ് തന്നെ 2 കൈ അടിച്ചൊടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആരെയും ചിരിക്കുമോ? പക്ഷെ ഈ നാട്ടുകാർ ചിരിയോട് ശിവൻകുട്ടി സാബ് എന്നിങ്ങനെ ആശ്വസിപ്പിക്കുന്നു. അവരെ രണ്ടുപേരെ കൈ പിടിക്കുന്നു. അപ്പൊ താഴത്തെ കമന്റാണ്, ഇയാളെ മോൻ പഠിച്ചത് സിംഗപ്പൂരാണ്, അതൊരു പേടി കുഴപ്പമില്ല, യോമാരെ കെട്ടിപ്പിടിക്കാം. അത് ആ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പൊ ഇതും വരാൻ പോകുന്നത്. ഇത് വലിയ ജനരോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാവപ്പെട്ട 3 തൊഴിലാളികൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന കാറാണ് തകർത്തിരിക്കുന്നത്. അവര് ചിലപ്പോ CATU തൊഴിലാളികളാണ്. പണ്ട് ആരാണ്ട് പറയായിരുന്നു, പത്രത്തിൽ വാർത്ത വരുന്നതിന് നമ്മൾ ആ പത്രം കൊണ്ട് വരുന്നതിനെ പിടിച്ച് അടിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലാണ്. ഈ അതായത് പത്രം ഇടാൻ വരുന്ന ചെറുക്കനെ പിടിച്ച് അടിച്ചാൽ നീ വാർത്ത കൊടുക്കും അല്ലേടാന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നീ ED-യെ കൊണ്ടുവരും അല്ലേടാ എന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ തല്ലിയതെന്ന്. ഇതിന്റെ അകത്ത് അല്ല, ഇവര് ആദ്യം ഓർക്കേണ്ടുന്ന കാര്യം, ഇവര് നിരന്തരം ഇവിടെ പറയാനുള്ള കാര്യമുണ്ട്. അടിയന്തരാവസ്ഥ കാലം ഞങ്ങളെ അങ്ങ് ഇല്ലാതായി കളഞ്ഞ, ഞങ്ങളെ ജയിലിലൂടെ ഞങ്ങളെ മർദ്ദിച്ചു വന്നത് അതിന്റെ രക്തസാക്ഷികളെ വന്നവരാണ് ഞങ്ങളെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ഇപ്പൊ സമരം ചെയ്ത് ജനസംഘക്കാരും സോഷ്യലിസ്റ്റുകളും ജയിലിലായതല്ല, ഇവന്മാരെല്ലാം മുങ്ങി രക്ഷപ്പെടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതല്ല, ഇതിന്റെ അകത്ത് ചുളുവിൽ മൈലേജ് കിട്ടുന്ന ആരാന്നറിയ VD സതീശനാണ്. അങ്ങേര് അറിഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങേര് ഡൽഹിയില്ല, ഇവരുള്ള ആഭ്യന്തരമന്ത്രി അറിഞ്ഞിട്ടില്ല. അങ്ങേര് ഡൽഹിയിൽ പോയി മോദിയെ കണ്ട്, നിർമ്മലാ സീതാരാമൻ അങ്ങനെ അമിത്ഷായും കണ്ട് അങ്ങേർക്ക് കൃത്യമായ ചില പ്ലാനുണ്ട്. അതായത് ഈ സമുദ്ര സമ്പത്ത് വർദ്ധിപ്പിക്കുക. കാരണം ഇവിടെ ഒന്നുമില്ല, ഖജനാവ് കാലിയാണ്. ഇപ്പൊ 5600 കോടി മിച്ചമുണ്ടെന്ന് പറഞ്ഞ 12,000 കോടി കഴിഞ്ഞ ആഴ്ച കടം മേടിച്ചിട്ടാണ് 5600 മിച്ചമുണ്ടെന്ന് പറയുന്നത്. 10,000 കോടി കോൺട്രാക്ടർമാർ കൊടുക്കാനുണ്ട്. അപ്പോഴാണ് ഈ കഴിഞ്ഞ ആഴ്ച മേടിച്ചു 11,000 അതിന്റെ 5000. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പുള്ളി എന്താ പ്ലാൻ എടുത്തതെന്ന് വെച്ചാൽ, അതിന് തുറമുഖം എടുത്തത് കേരളത്തിൽ ഈ 12 ചെറു തുറമുഖവും 4 ഇടത്തരം തുറമുഖവും 2 വലിയ തുറമുഖമുണ്ട്. പുള്ളി ഒരു 5-6 വലിയ തുറമുഖങ്ങൾ ഉണ്ടാക്കാൻ പോവാ. അഴീക്കലും പൊന്നാനിയിലും വലിയ 2 തുറമുഖം ഉണ്ടാക്കാൻ പോവാ. അതിനാണ് അദാനിയെ കൂട്ടുപിടിച്ചത്. അദാനി വേണം, അല്ലാതെ അപ്പൊ അതിനു വേണ്ടി പുള്ളി ഡൽഹി പോയി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കും. പുള്ളി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ആഭ്യന്തരമന്ത്രി അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ അവിടെ പോയി ഇത് കൈകാര്യം ചെയ്ത് തിരിച്ചു വരുമ്പോ ഇവന്മാര് പറയാണ്, മോദിയെ പോയി കണ്ടു, പിറ്റേ ദിവസം ഇവര് വന്ന ഇതിന് ഗുണം ആർക്കാം? ഓൾറെഡി സതീശന്റെ ഗ്രാഫ് ഉയർന്നു നിൽക്കുക. അപ്പൊ ജനവികാരം സതീശന് അനുകൂലമാണ്. ആ അനുകൂലമായ സതീശൻ ഒന്നും ചെയ്യാതെ ഇപ്പൊ ഹീറോയായി, സതീശൻ വീണ്ടും ഹീറോയായി. സതീശനാണ് ഉണ്ടായിരിക്കുന്നത്, ഇരിക്കണം എന്ന് വെച്ചു. കാരണം പിണറായിയെ പിടിച്ച് അകത്തിടാൻ പറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെ പിണറായിയുടെ മകളെങ്കിലും പിടിച്ച് അകത്തിടാൻ പറ്റിയ അതിന് ക്രെഡിറ്റ് കിട്ടുന്നത്ര വലിയ നേട്ടം എന്താ? പ്രതിപക്ഷത്തിരുന്നപ്പോ നടന്നില്ല, ഭരണത്തിൽ കയറിയപ്പോ എല്ലാവരും പിടിച്ചാൽ. അല്ലെ, ഈ സതീശന് വേണ്ടി ജനങ്ങൾ ഇത്രയും ബഹളം വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം പിണറായി അകത്തിടാൻ, സതീശൻ അങ്ങോട്ട് വന്നാൽ പിണറായി അകത്തോട്ട് പ്രതീക്ഷിച്ച. അപ്പൊ അത് സാധ്യമല്ല എന്ന് സതീശൻ അറിയാവുമ്പോഴാണ്
ED വന്ന് ഇതും കൊണ്ട് ചെയ്തു, അതിന്റെ ഗുണം സതീശന് കിട്ടും. ഇതുപോലെ ഭാഗ്യം മനുഷ്യനുണ്ടോ? ചുളുവിന് എല്ലാം കിട്ടുന്നുണ്ട്, ഒരു പണി ചെയ്യാതെ. എന്നാ മൈലേജാ. കാരണം പിണറായി 5-6 മണിക്കൂർ വീട്ടിൽ വെള്ളം കുടിക്കായിരുന്നോ? പിണറായിയുടെ മകളെ ചോദ്യം ചെയ്തു, മകൾ നാളെ അറസ്റ്റിലാവാം എന്നുള്ള വികാരം പോലും ജനങ്ങളെ ആനന്ദിപ്പിക്കും. അതാണ് നമ്മളതാണ് പറഞ്ഞത്. ഈ അപ്പനും മോളും കൂടെ എപ്പോ അകത്ത് പോകുന്നതാണ് സോഷ്യൽ മീഡിയ മുഴുവനുള്ള ചോദിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഷോണിനോട് സംസാരിച്ചു. ഈ കേസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഇത് യഥാർത്ഥത്തിൽ 1 വർഷം മുമ്പ്, അതാണ് 6-7 മാസം മുമ്പ് സംഭവിച്ച ഒരു കാര്യം 6-7 മാസത്തിന് ശേഷം മനോരമ വാർത്തയാക്കുക. അതായത് ഇതിന്റെ അത് കിരണിനെ ഇൻകം നമ്മുടെ വാർത്തയാക്കിയത് ഇയാളായിരുന്നു, ജോമി. അല്ല, ഇതിനിടയ്ക്ക് ഒരു വാർത്ത വന്നേ ഓർക്കുന്നുണ്ടോ? വിവേക് കിരണിനെ നേരത്തെ ഇതുപോലെ ED അത് മാത്രമല്ല വേറെ പല സംഭവം ഉണ്ടെന്നേ. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നൊരു ബാങ്കിൽ ഈ പിണറായിയുടെ മകന് ഒരു സംയുക്ത അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. കോടികളെ മിനിമം 10 കോടി രൂപയാണ് അവിടുത്തെ ഓരോ ദിവസം ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇത് വാർത്ത വന്നതോടുകൂടി ബാങ്കിൽ ജീവനക്കാരൊക്കെ മാറ്റിയിട്ട് ഈ ഫണ്ട് എല്ലാം വിദേശത്തേക്ക് മാറ്റി. അപ്പൊ കാനഡയിൽ ഇവർക്കൊന്ന് നിക്ഷേപം ഷോൺ ജോർജ് രംഗത്ത് വന്നിരുന്നു. ആ വാർത്ത കൊടുത്തതിന്റെ പേരിൽ എന്നെ ഷോണിനെ പ്രതിയാക്കേണ്ട കേസെടുത്തിരുന്നു. അത് പരാതിക്കാരി ആരെന്ന് വെച്ചാൽ പിണറായിയുടെ മകൾ. അപ്പം പോലീസ് എന്നെ വിളിപ്പിച്ചു. നമ്മൾ പോയി മുൻകൂർ ജാമ്യം എടുത്ത് പോലീസ് എന്നെ വിളിപ്പിച്ച് ഞാൻ പറഞ്ഞു, പോലീസെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നെ നിയമം പഠിപ്പിക്കരുത്, പരാതിക്കാരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. നിങ്ങൾ എടുത്തോ? അല്ല, പരാതിയുണ്ട്, സ്റ്റേറ്റ്മെന്റ് എടുത്തോ? ഇല്ല, നിങ്ങൾ ആദ്യം അവിടെ സ്റ്റേറ്റ്മെന്റ് എടുക്കൂ, എന്നെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പോന്നു. ഇന്നേ വരെ വിളിച്ചില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് 3 പ്രാവശ്യം നോട്ടീസ് കൊടുത്തു. പിണറായിയുടെ മകൾ വരുമോ ആ കേസ് വേണമെന്ന് വെച്ചു ഡ്രോപ്പ് ചെയ്തു. കാരണം വെച്ചാൽ ഇവർ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുക്കത്തില്ല. ഇവരങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ എല്ലാ കേസുകളും നിൽക്കുവാണ്. ഈ കേസുകൾക്കിടയിൽ ഇതെന്നാ സംഭവിക്കുന്നത് വെച്ചാൽ പലരും ചോദിക്കുന്നത് കേട്ടു. ഇന്നിപ്പോ ഞാൻ ഏതാ നമ്മുടെ KK രാഗേഷിന്റെ ആരുടെ അല്ല നമ്മുടെ അനിൽകുമാർ ഒട്ടത്തരം പറയുന്നത് മാത്രമാണ്. ഒരു റിവ്യൂ വന്നിട്ടുണ്ട്, ഇയാളെ മേലാലിന് ചാനൽ ഇറക്കി പറഞ്ഞു അയാളെ സീറ്റ് കിട്ടുന്നത് എന്തുകൊണ്ടാ? അയാൾ ഈ ചാനൽ ചർച്ച വിവരക്കേട് പറയുന്നത് മാത്രമാണ്. അയാൾ ഇന്ന് വേദന പൊട്ടത്തരം ഇട്ടിട്ട് അയാൾ ഇട്ട കഥയാണ്. അയാൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് മറ്റേ രമേശ് ചെന്നിത്തല അറസ്റ്റ് ചെയ്തില്ല, കുഞ്ഞാലിക്കുട്ടി അറസ്റ്റ് ചെയ്തില്ല, മറ്റേ പേരുണ്ടെന്ന് അയാൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യം എന്നറിയോ? ഈ RCയും PCയും PVയും ഒക്കെ കൈ കാശ് പിടിച്ച് മുട്ടടിക്കുക, തെളിവില്ല. ഇതെന്നാ ചെയ്ത മകൾ അതിബുദ്ധി കാരണം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ചെയ്യാത്ത സേവനത്തിന് ബില്ല് കൊടുത്തിട്ട് GST അടച്ച്, ഇൻകം ടാക്സ് അടച്ച് മാസപ്പടിക്ക് GST തെളിവുണ്ടാക്കി കൊടുത്തു. കൈക്കൂലി മേടിച്ചിട്ട് പൈസ ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവർ ഇപ്പം PV പ്രതിയല്ല. കാരണം PV കാശ് മേടിച്ച തെളിവില്ല. OC ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ല അത് കണ്ട നമ്മളാണല്ലോ. അത് ആ ഡയറി മാത്രമല്ല, ഇതെല്ലാം കാശായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം കാശ്, ബാങ്ക് അക്കൗണ്ട് എല്ലാം കാശ്. എന്ന് മാത്രമല്ല അതിനകത്ത് BJP-കാരുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മാസപ്പടി ഡയറിയിലേക്ക് ഒരു അന്വേഷണം എല്ലാവരും ഉണ്ട്, നമുക്ക് പറയാവുന്ന. അപ്പൊ ഇവരാരും പ്രതികളാവാത്തത്, ഇവരാരും അതിബുദ്ധി കാണിച്ച് ബാങ്ക് അക്കൗണ്ടിൽ കൂടെ മണം അടിച്ചിട്ട് GST അടച്ചിട്ട് തെളിവുണ്ടാക്കി കൊടുത്തില്ല. പിണറായിയുടെ മകൾ എന്നാ കാണിച്ച തെളിവുണ്ടാക്കി കൊടുത്തു. ചെയ്ത ജോലിയുടെ തെളിവിടെ. ഇങ്ങനെ ജോലി 2 സുരേഷ് കുമാർമാർ, അവരുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും ഉണ്ട്, ചീഫ് ജനറൽ മാനേജർ, 2 സുരേഷ് കുമാർമാർ. അവർ രണ്ടുപേരും EDക്ക് മൊഴി കൊടുത്തിരിക്കുന്നത്, അല്ല ആദായനികുതി വകുപ്പിന് മൊഴി കൊടുത്തത്, ഞങ്ങൾക്ക് ഇവരൊരു സേവനം ചെയ്ത് പൈസ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മോഹിനിയാട്ടം തന്നെയാ സിനിമ. തിരുത്തിക്കാൻ അവർ വീണ്ടും പോയി. അപ്പോൾ അബദ്ധം പറ്റിയത് കർത്താക്കി മനസ്സിലായി. തിരുത്താൻ പറഞ്ഞു പോയി. തിരുത്താൻ അവർ കോടതി തള്ളി ഓടിക്കൊള്ളാൻ പറഞ്ഞത്. തിരുത്താൻ പറ്റില്ല. മാത്രമല്ല ഇതുപോലെ ഒരുപാട് കമ്പനികൾ, എക്സാലോജിക് എന്ന് പറയുന്നത് ഒരു കടലാസ് കമ്പനിയായിരുന്നു. അതുപോലെ ഒത്തിരി ഉണ്ട്. ബാംഗ്ലൂർ പോയി കമ്പനി ഉണ്ടാക്കിയിട്ട് പിണറായി വിജയൻ, ഇത് തന്നെ നിങ്ങൾ മോഹിനിയാട്ടം പോലെ പിണറായി വിജയന് താല്പര്യമുള്ള ആളുകൾ പൈസ കൊടുക്കും. എനിക്കറിയാവുന്ന ഒരു ബിസിനസ്സുകാരൻ പൈസ കൊടുക്കുമായിരുന്നു, മാസം 10 ലക്ഷം വെച്ച് കൊടുക്കുമായിരുന്നു ഈ പടി. പക്ഷെ അയാൾ എന്നെ ഞയക്കുന്ന ഭാവിയിൽ സംഭവിക്കുന്ന അറിയാവുന്നത് കാരണം അയാൾ ഓരോ ആഴ്ചയിലും അങ്ങോട്ട് ഇമെയിൽ അയക്കും, അവിടുന്ന് ഇമെയിൽ മേടിക്കും. ആ വർക്ക് ഈ വർക്ക് എന്ന് പറഞ്ഞ് പേപ്പർ ഉണ്ടാക്കി വെച്ചു, രേഖ ഉണ്ടാക്കി വെച്ചു. അയാൾക്കറിയാം നാളെ പണിയാവുന്നത്. അയാൾ കോടികളുടെ ബിസിനസ് ചെയ്യുന്നതാണ്. ഈ കോടികളുടെ ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതുണ്ടാവുന്ന അറിയാവുന്ന കാരണം അയാൾ കംപ്ലീറ്റ്, അവര് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും അവർ ചെയ്യുന്നു എന്ന് വരുത്തുന്ന രേഖ മുഴുവൻ ഉണ്ടാക്കി വെച്ചു. കറക്റ്റ് അയാൾ എന്നോട് പറഞ്ഞു, എന്റെ ഷാജ EDയുടെ കത്ത് വരുവാണ്, നിങ്ങളും ഈ കമ്പനിയും തമ്മിലുള്ള എക്സാലോജിക്കും തമ്മിലുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസിന്റെയും അക്കൗണ്ട് ഡീറ്റെയിൽസും വർക്ക് ഡീറ്റെയിൽസും കൊണ്ടുവരാൻ. പുള്ളി പറഞ്ഞു, ഞാൻ ഓർത്തു ദൈവത്തിന് നന്ദി പറഞ്ഞു. അത് എന്റെ കൃത്യ ഫയലുണ്ട്, വർക്ക് ഫയലുണ്ട്. വർക്ക് ഫയൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വർക്ക് നടന്നോ എന്നുള്ളത് അറിയേണ്ട കാര്യമില്ല. ഈ ചിലപ്പോൾ നടന്നിരിക്കുന്നത് അയാൾ ചെയ്ത് എന്നാന്ന് വെച്ചാൽ ഈ അയാളുടെ IT-യിലെ കുറെ വർക്കുണ്ടല്ലോ, വേറെ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചാണല്ലോ.
അത് ഇവരുടെ ഇവരുടെ പേരിൽ വെച്ചു. അപ്പൊ ടെക്നിക്കലി അയാൾ ചെയ്തിരിക്കുന്ന അയാൾ കാശ് കൊടുത്ത് വേറെ ചെയ്തിരിക്കുന്ന വർക്ക് ഇവർ ചെയ്തായിട്ട് കാണിച്ചു. അപ്പൊ അവിടെ ചെയ്യുമ്പോൾ കറക്റ്റ് IT സർവീസ് കിട്ടി. അങ്ങനെ തടി തപ്പിയാണ്. ഇനി അത് ചെയ്യാത്തവരുണ്ട്. ഈ പിടിച്ചിട്ടുണ്ട്. അല്ല, അത് കർത്തയുടെ അവിടുത്തെ പിന്നെ നോക്കുകൂലി കണ്ടായിരുന്നോ? മാസം 5 ലക്ഷം രൂപ വീണയ്ക്ക് 3 ലക്ഷം രൂപ കമ്പനിക്ക്. അത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും ഈ 5 ലക്ഷം രൂപ വീണയ്ക്ക് ഏത് വകുപ്പിലാണ് കൊടുത്തിരിക്കുന്നത്? ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാനത് കഴിഞ്ഞ മാസപ്പടിയുടെ ഫുൾ ലിസ്റ്റ് കണ്ടല്ലോ. ഏറ്റവും കൂടുതൽ കാശ് കൊടുത്ത ആർക്കാന്നറിയോ? PK കുഞ്ഞാലിക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തത് വ്യവസായ വകുപ്പ് അയക്കായിരുന്നു. അല്ല, പഴയതാണല്ലോ. അന്ന് വ്യവസായ വകുപ്പ് അങ്ങേർക്കായിരുന്നു. മാത്രമല്ല ഈ കുഞ്ഞാലിക്കുട്ടി ഒത്തുതീർപ്പിന്റെ ആളാണ്. ഇന്ന് CPM-നെതിരെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്? കഴിഞ്ഞ 5 കൊല്ലം CPM പറഞ്ഞു. കാരണം അവർക്ക് കച്ചവടമാണ് പ്രധാനപ്പെട്ടത്. എന്തായാലും ബഹു തമാശയായിരുന്നു ഈ മാസപ്പടി എന്ന് പറയുന്നത്. കൃത്യമായി കൈക്കൂലി കൊടുത്തിട്ട് കൈക്കൂലിക്ക് GST അടച്ചു. GST അടച്ചിട്ട് പണിയായി. ഈ പിണറായിയുടെ കൊള്ളകളിൽ ഒന്ന് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇനിയും പുറത്തു വരാതെ വേറെ റെക്കോർഡ് കൂടിയുണ്ട്. കേരളത്തിൽ ഐക്യകേരളം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി മുൻ മുഖ്യമന്ത്രിയുടെ അമ്മ ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ല. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ പരിപാടി നടക്കുന്ന മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തന്നെ പറയാം. ഇത് സാങ്കേതികമായിട്ട്. ഇനി വേറൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇവർ പെട്ടെന്ന് ക്ലിഫ് ഹൗസിൽ മാറിയല്ലോ, വലിയൊരു വീട്ടിലേക്ക് മാറി. ഈ മാറിയപ്പോ തന്നെ ഈ ഫയലുകൾ എന്തെങ്കിലും കൊണ്ടുപോകാനുള്ള സാധനം അവിടെ കൊണ്ടുപോയി. അതിനുവേണ്ടിയാണ് മാറിയത്. അതുകൊണ്ടാണ് ഞൊടിയിടയിൽ റെയ്ഡ് നടന്നത്. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞു, 3 ലക്ഷം രൂപ വാടകയ്ക്ക് ഒരു താമസം ഒക്കെ തെറ്റാണ്. 30,000 ഞാൻ അന്വേഷിച്ചു. 30,000 വാടക ഇളവ് ചെയ്ത് കൊടുത്താ. 3 ലക്ഷം വലിയ വീടാണ്. പക്ഷെ 30,000 രൂപ. ഈ അന്തംകമ്മി അണികൾ ആഘോഷിക്കുന്നത് കണ്ണൂരിൽ പിണറായിയുടെ വീട് റെഡിയിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. വേറെ ഒരു കോമഡി അതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ഇതൊന്നും പിണറായിക്ക് പിന്തുണ പ്രഖ്യാപിക്കാമെന്ന ആൾക്കാരല്ല, ഈ പിണറായിയുടെ വീടൊന്ന് കാണാൻ വേണ്ടി. അതാണ് സത്യം. ഈ ചുളുവില് ഇതിനകത്ത് കയറാൻ പറ്റി, ഇതൊന്ന് കാണാൻ പറ്റുമോ? അല്ല, കഴിഞ്ഞ ആദ്യ ഘട്ടമായിട്ട് ആ ജീപ്പോടെ കിടന്നല്ലോ, ഗേറ്റ് പൂട്ടി കിടക്കാൻ, അകത്ത് കയറാൻ നിർവാഹമല്ലോ, വെളിയിക്കാൻ ഗേറ്റ് തുറന്നു, എല്ലാവരും അകത്തോട്ട് കയറി. എല്ലാവരും കണ്ടു ഇവിടുത്തെ വാടക വീട്. എന്നാലും ആ പിണറായിയും ഭാര്യയും മോനൂടെ അവിടെ ഇരുന്ന ഇരിപ്പിൽ ഉച്ചവരെ വേർത്തു പോയത് ആരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ടല്ലോ. അതൊക്കെ സംസാരിക്കാനും പറ്റിയില്ലല്ലോ. എന്ത് പറയണം ഒന്നും അറിഞ്ഞൂടാ. നമുക്ക് എഴുതി വായിക്കണം. മാത്രമല്ല, വന്ന ഹിന്ദിക്കാരനെ ഇംഗ്ലീഷ് നോക്കി ഉത്തരം പറയും വേണം. അതിന് അങ്ങനെ വലിയ പ്രശ്നം കൂടെ ഉണ്ട്. എന്തായാലും ഭയങ്കര സംഭവമായി പോയി. കേരള ജനത കാത്തിരുന്ന, എനിക്കൊന്നും ഒരു പക്ഷേ കേരളം കണ്ട ഏറ്റവും ആഹ്ലാദകരമായ ഒരു ദിവസം, ഒരു സുദിനമാണല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന അന്ന് മെയ് 4 തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നെന്നായിരുന്നു കേരളം ഏറ്റവും കൂടുതൽ ആഹ്ലാദം. 10 കൊല്ലത്തിൽ മഹാദുരന്തം ഒഴിഞ്ഞുപോയി. ആ ആഹ്ലാദം പൂർത്തിയായത് ഇന്നാണ്. ഇനി വരാൻ പോകുന്ന ദിനം അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുന്നതായിരിക്കും. ഇവർക്ക് കീഴിൽ വെള്ളം വെച്ചിട്ട് കാര്യം. ഇയാൾ പറഞ്ഞ എല്ലാം കള്ളത്തരമാണെന്ന് ഇന്ന് മനസ്സിലായി. മാത്രമല്ല, നേരത്തെ പിണറായിയുടെ പോലീസായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാ തരത്തിലും സഹായം ചെയ്തു കൊടുക്കുമായിരുന്നു. ഇനി ആ സഹായം ഒന്നും കിട്ടത്തില്ല. കാരണം ഇവിടെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് നല്ല അടി കൊടുത്തോ, നല്ല അടി കൊടുക്കും. അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇനി വരാൻ പോകുന്ന ദുഷ്കര ദിനങ്ങളായിരിക്കും. അത്ര എളുപ്പത്തിൽ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് പോയി ഇഡിക്കെതിരെ കേസ് നടത്തുകയൊന്നും സാധ്യമല്ല. മകളെ അറസ്റ്റ് ചെയ്യുന്ന സമയം വിദൂരമല്ല. കാരണം ഞാൻ ഷോണിനോട് സംസാരിച്ചു. ഷോൺ പറഞ്ഞു, ഇത് 3 കേസാണ്. ഇഡിയുടെ ഒരു കേസുണ്ട്, SFIയുടെ കേസുണ്ട്, CBIയുടെ കേസുണ്ട്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഈ കേസിൽ കള്ളപ്പണയിടപാട് നടന്നു ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ അറസ്റ്റ് ചെയ്യാം. പിണറായി ഉടനെ അറസ്റ്റ് ചെയ്തില്ലായിരിക്കും, പക്ഷെ ഏതു നിമിഷവും വീണ അറസ്റ്റ് ചെയ്യപ്പെടാം. കാരണം അതിന്റെ ഒരു തുടക്കമാണ് ഈ പല റെയ്ഡ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അതുപോലെ CBIക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി എന്ന പദവി ദുരുപയോഗം ചെയ്ത് ഈ മകളെ സംരക്ഷിച്ചാൽ വേണമെങ്കിൽ കാണാം. അല്ല, പക്ഷെ വീണ എന്തായാലും വൈകാതെ അറസ്റ്റിലാവും. ഏതായാലും കർമ്മഫലം എന്നൊണ്ട്. അത് പിണറായി അയ്യപ്പ കോപം ഇതുവരെ വിട്ടൊഴിഞ്ഞിട്ടില്ല. എന്തൊക്കെ അയ്യപ്പ കോപം മാറാനായി ചെയ്തോ അതെല്ലാം അയ്യപ്പന്റെ കോപം ഇരട്ടിയാക്കി. ഞാൻ രമേശ് എപ്പോഴും പറയാറില്ലേ, ഈ മറ്റേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ, പൂജകളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ എന്താണ് അയ്യപ്പ സംഗമമൊക്കെ നടത്തുന്നത്. അപ്പൊ അയ്യപ്പന്റെ തേജസ് കൂടി കണ്ണു തുറന്ന് അയ്യപ്പൻ കാണും മുഴുവൻ കള്ളന്മാരാ പിടിച്ചിടാണ്. ചുറ്റിനും കാലത്തല്ല പൂജ ചെയ്യാൻ പോകുന്നവരെല്ലാം കള്ളന്മാരാ. ഈ അവിടെ കൂടെ വരുന്ന വെള്ളാപ്പള്ളി കസേര പോയി ധരിച്ചു. ഇനിയിപ്പോ കൈക്കൂലി മേടിച്ച് കാശെല്ലാം തിരിച്ചു കൊടുക്കണം. ചന്ദ്രസേന വക്കീൽ പറയുന്നുണ്ട്. എന്തായാലും വളരെ ആഹ്ലാദമുള്ള ഒരു കഴിഞ്ഞ 10 വർഷമായി പിണറായി സത്തിനെതിരെ പോരാടുന്ന ഒരു മാധ്യമ സ്ഥാപനം നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഹ്ലാദ ദിനമാണ്. ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന്
നിയമവും കോടതിയും അന്വേഷണ ഏജൻസികളും തെളിയിക്കുന്നു അല്ലെങ്കിൽ ശരിവയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ നാടിനെ ബാധിച്ച ഒരു ദുരന്തം പൂർണ്ണമായും അവസാനിക്കുന്ന ലക്ഷണങ്ങൾ. ഇതിന്റെ പേരിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനും കേരളത്തിൽ മുഴുവൻ കലാപം ഉണ്ടാക്കാനും ഒക്കെ ഇവർ ശ്രമിക്കും. പക്ഷെ പഴയ കേരളമല്ല പുതിയ കേരളം. അതുകൊണ്ട് തന്നെ പുതിയ കേരളത്തെ കെട്ടിപ്പടുക്കാനുള്ള ഈ ശ്രമത്തിനിടയിൽ ഇവരുടെ ഈ അഭ്യാസവും നടക്കില്ല. ജനം ഇവരെ കല്ലെറിയുന്ന കാലം വിദൂരമല്ല. പിണറായിയുടെ മകൾ ജയിലിലാവുന്ന ആ സുദിനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.